വെൽക്കം ടു കേരള PSC എച്ചു ഹബ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിനെ കുറിച്ചാണ് കേട്ടോ. കൂടുതലായിട്ടൊന്നുമില്ല, ജസ്റ്റ് ബേസിക്സ്, നമ്മുടെ PSC എക്സാമിന് വേണ്ട ബേസിക് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പ്രോഗ്രാമിംഗ് എന്നുള്ള ഏരിയയിൽ നിന്നുള്ള ബേസിക് ക്വസ്റ്റ്യൻസ്. ഓക്കെ, MCQs ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങൾക്ക് എത്ര മാർക്സ് കിട്ടി എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൊന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, നമ്മുടെ ഇനി വരാൻ പോകുന്ന കേരള PSC എക്സാംസ് ആയ +2 അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒരു ടോപ്പിക്കും കൂടിയാണിത്. അതുപോലെ തന്നെ നമ്മുടെ പഴയ വീഡിയോസ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന സിലബസിലെ ടോപ്പിക്കിൽ കുറേ ടോപ്പിക്സ് ഞാനിപ്പോൾ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ എടുത്ത് നോക്കുക കേട്ടോ. നിങ്ങളുടെ ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ എന്ന ഈ ഒരു വീഡിയോ സീരീസിലെ 8ാം ഭാഗമാണിത് കേട്ടോ. അപ്പോൾ പഴയ വീഡിയോസ് കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ്, ഞാൻ പറഞ്ഞ പോലെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വരാൻ പോകുന്ന +2 അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ഒരു ടോപ്പിക്കും കൂടിയാണിത്. നമുക്ക് MCQസിലൂടെ നോക്കാം. ആദ്യത്തെ ചോദ്യം, വാട്ട് ആർ ദ 3 മെയിൻ ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ്? ഓപ്ഷൻ എ മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഓപ്ഷൻ ബി ഇംപറേറ്റീവ് ലാംഗ്വേജ്, ഫങ്ഷണൽ ലാംഗ്വേജ്, ഡിക്ലറേറ്റീവ് ലാംഗ്വേജ്. ഓപ്ഷൻ സി COBOL, FORTRAN 77, C++. അപ്പം എന്താണ് പ്രധാനപ്പെട്ട 3 കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എന്ന് പറയുന്നത്? ഏതാണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം കേട്ടോ. മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഓക്കെ, അപ്പം നമുക്ക് ഡീറ്റെയിൽസിലേക്ക് പോവാം. അതിനു മുന്നേ ഈ ഫിഗർ ജസ്റ്റ് ഒന്ന് നോക്കുക. ഓക്കെ, അപ്പം നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമുക്ക് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും ലോ ലെവൽ ലാംഗ്വേജ് എന്നും 2ആയിട്ട് ഡിവൈഡ് ചെയ്യാം. ഈ ലോ ലെവൽ ലാംഗ്വേജിനെ തന്നെ അസംബ്ലി ലാംഗ്വേജ് എന്നും മെഷീൻ ലാംഗ്വേജ് എന്നും ഡിവൈഡ് ചെയ്യാം നമുക്ക്. അപ്പം ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഇങ്ങനെ ഒരു ലാംഗ്വേജിന്റെ ആവശ്യകത? എന്താണ്? ഇപ്പൊ നമ്മൾ 2 മനുഷ്യന്മാർ തമ്മിൽ സംസാരിക്കാന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പൊ നമുക്കിടയിൽ എന്തുണ്ടായിരിക്കും? ഒരു ഭാഷ ഉണ്ടായിരിക്കും അല്ലെ, ഒരു ലാംഗ്വേജ് ഉണ്ടായിരിക്കും. ഇപ്പൊ മലയാളം സംസാരിക്കുന്ന 2 പേരാണെങ്കിൽ നമ്മൾ മലയാളത്തിൽ സംസാരിക്കും. ഇംഗ്ലീഷ് സംസാരിക്കുന്ന 2 പേരാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ സംസാരിക്കും. ഒരാൾക്ക് മലയാളം ഒരാൾക്ക് ഇംഗ്ലീഷും അറിയത്തുള്ളെങ്കിൽ അവരങ്ങനെ സംസാരിക്കും അല്ലെ. അപ്പൊ നമുക്ക് അറിയാവുന്ന ഭാഷയിലാണ് നമ്മൾ സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടറിനോട് സംസാരിക്കണമെങ്കിൽ ഒരു ഭാഷ വേണം അല്ലെ. അതുപോലെ തന്നെ കമ്പ്യൂട്ടറിന് ഒരു ഭാഷ മനസ്സിലാകും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലേക്ക് വരുന്നത്. അപ്പൊ ജസ്റ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ ഇത്രയും മനസ്സിലാക്കി വെക്കുക. ഹൈ ലെവൽ ലാംഗ്വേജും ഉണ്ട്, ലോ ലെവൽ ലാംഗ്വേജും ഉണ്ട് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ. ഈ ലോ ലെവൽ ലാംഗ്വേജിൽ വരുന്നതാണ് അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും. ഓക്കെ, ഇതാണ് ആ ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഓർഗനൈസ് ചെയ്ത് വെച്ചാൽ ഇതാണ് അതിൻ്റെ ഒരു ലെവൽ എന്ന് പറയുന്നത്. ഏറ്റവും താഴെ നമ്മുടെ ഹാർഡ്വെയർ ഉണ്ടായിരിക്കും, അതാണ് മെഷീൻ ലാംഗ്വേജ്. നമ്മുടെ സിസ്റ്റത്തിന് മനസ്സിലാകുന്ന ലാംഗ്വേജ് മെഷീൻ ലാംഗ്വേജ്. പിന്നെ ഏറ്റവും മുകളിൽ ഹൈ ലെവൽ ലാംഗ്വേജ്. പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് എന്താണ് നമ്മുടെ അസംബ്ലി ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും എന്തിൽ വരുന്നതാണ്? ലോ ലെവൽ ലാംഗ്വേജിൽ വരുന്നതാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് ഇപ്പൊ പറയുന്നില്ല, കാരണം ഓരോന്നും നമ്മൾ ചോദ്യത്തിലൂടെയാണ് പോകുന്നത്. അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യാന്നുണ്ടെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻസ് പിന്നെ പ്രാധാന്യം ഇല്ലാതായി പോവാം കേട്ടോ. അപ്പൊ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നമുക്ക് ചോദ്യത്തിലേക്ക് പോവാം. ഓക്കെ, ഹു ഇൻവെന്റഡ് സി ലാംഗ്വേജ്? ചാൾസ് ബാബേജ്, ഗ്രഹാം ബെൽ, ഡെന്നിസ് റിച്ചി, സ്റ്റീവ് ജോബ്സ്. ആരാണ് സി ലാംഗ്വേജ് ഇൻവെന്റ് ചെയ്തത്, കണ്ടുപിടിച്ചത്? ആരാണ്? ഡെന്നിസ് റിച്ചി. കഴിഞ്ഞ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അടുത്ത ചോദ്യം, സി, ബേസിക്, COBOL ആൻഡ് ജാവ ആർ എക്സാമ്പിൾസ് ഓഫ് ഡാഷ് ലാംഗ്വേജ്. ഏത് ലാംഗ്വേജിന് ഉദാഹരണമാണ്? ലോ ലെവൽ ലാംഗ്വേജ്, കമ്പ്യൂട്ടർ ലാംഗ്വേജ്, സിസ്റ്റം പ്രോഗ്രാമിംഗ്, ഹൈ ലെവൽ ലാംഗ്വേജ്. ഇവയെല്ലാം എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. സി, ബേസിക്, COBOL എന്നൊക്കെ പറയുന്നത് ഹൈ ലെവൽ ലാംഗ്വേജിന് ഉദാഹരണങ്ങളാണ്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഒരു ചോദ്യം കൂടെ, ഇൻ ദ സി ലാംഗ്വേജ് ദ ഫംഗ്ഷൻ scanf reads single character and strings, any possible number, any possible variable types. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. അതായത് നമ്മുടെ സിലബസിൽ പറയുന്നുണ്ട്, നമ്മൾ ഓരോ ലാംഗ്വേജും ബേസിക്സ്, ഒരു ലാംഗ്വേജിന്റെ ബേസിക്സും നമ്മളൊന്ന് നോക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതായത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ സിയിലാണെങ്കിൽ ഇൻപുട്ടിന് വേണ്ടിയിട്ട് സ്കാൻഎഫ് യൂസ് ചെയ്യും, ഔട്ട്പുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിന്റ്എഫ് യൂസ് ചെയ്യും. C++ലാണെങ്കിൽ സി ഇൻ സി ഔട്ട്, ജാവയിലാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പൊ ജസ്റ്റ് ബേസിക്സ് മാത്രം ഒന്ന് നോക്കി പോവാം. ഓക്കെ, അടുത്തത് ഇനിയാണ് വരുന്നത്. എന്താണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ഹ്യൂമൻ റീഡബിൾ ലൈക്ക് ലാംഗ്വേജ്,
language with small program size, language with big program size, language which is difficult to understand and not human readable. എന്താണ്? ഓപ്ഷൻ എ ആണ് ശരി ഉത്തരം അല്ലെ. ഹ്യൂമൻ റീഡബിൾ ലൈക്ക് ലാംഗ്വേജ് ആണ്. ഹ്യൂമൻ റീഡബിൾ ലാംഗ്വേജ് അല്ല, ഹ്യൂമൻ റീഡബിൾ ലൈക്ക് ലാംഗ്വേജ് ആണ്. നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പം ചില ലാംഗ്വേജ് നമുക്ക് വായിക്കാൻ പറ്റാത്ത പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഉണ്ടെന്ന് അതിന്റെ അർത്ഥം അല്ലെ. അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റീഡബിൾ ലൈക്ക് ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ സി ഒക്കെ എന്താണ്? സി ബേസിക് ഒക്കെ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജിന് ഉദാഹരണമാണ്. ഓക്കെ, ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് എ പ്രോഗ്രാമർ, വാട്ട് ആർ ദ മേജർ അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് റാദർ ദാൻ ആൻ ഇന്റേണൽ മെഷീൻ കോഡ് ഓർ അസംബ്ലി ലാംഗ്വേജ്? എന്താണ്? പ്രോഗ്രാം പോർട്ടബിലിറ്റി, ഈസി ഡെവലപ്മെന്റ്, എഫിഷ്യൻസി. ഈസി ഡെവലപ്മെന്റ് ആണ് കേട്ടോ. കാരണം എന്താണ്? ഞാൻ പറഞ്ഞു ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഹ്യൂമൻ റീഡബിൾ ലൈക്ക് ലാംഗ്വേജ് ആണ്. സോ കുറച്ചും കൂടി ഡെവലപ്മെന്റ് ഈസി ആയിരിക്കും. ഓക്കെ, കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന വ്യക്തിക്ക് മനസ്സിലാകുന്ന ലാംഗ്വേജ് ആണ് ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പ്രോഗ്രാമുകൾ എഴുതുന്നതിനായിട്ട് ഹൈ ലെവൽ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന ഭാഷ ഏതാണ്? ഇംഗ്ലീഷ് ഭാഷയാണ് കേട്ടോ. ഇംഗ്ലീഷ് ഭാഷയാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു നമുക്ക് മനസ്സിലാകാവുന്ന ഒരു ഭാഷയാണ് ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. എല്ലാവർക്കും എന്താ പറയുക, പെട്ടെന്ന് അത് മനസ്സിലാവില്ല. പക്ഷെ ഹ്യൂമൻ റീഡബിൾ ലൈക്ക് ലാംഗ്വേജ് ആണ്. നമുക്ക് നോക്കിയാൽ ഇംഗ്ലീഷ് ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നതുകൊണ്ട് കുറച്ചൊക്കെ വായിക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും? പഠിച്ചെടുക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അതാണ് ഹൈ ലെവൽ ലാംഗ്വേജിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനി ഏത് തന്നെ ലാംഗ്വേജിൽ നമ്മൾ എഴുതിയാലും നമ്മൾ അത് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? മെഷീന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് ആണ് ഇത് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമ്മൾ ഏതൊക്കെ ലാംഗ്വേജിൽ എഴുതിയാലും, ഹൈ ലെവലിലെ ഏതൊക്കെ ലാംഗ്വേജിൽ നമ്മൾ എഴുതിയാലും അവസാനം കമ്പ്യൂട്ടറിന് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ എന്തിലേക്ക് മാറ്റണം? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിരിക്കണം. ഫോർ എക്സാമ്പിൾ, ഹൈ ലെവൽ ലാംഗ്വേജസിന് ചിലപ്പോൾ ചോദ്യം ഇങ്ങനെ വരും കേട്ടോ. ഹൈ ലെവൽ ലാംഗ്വേജസിന്റെ ഉദാഹരണം അല്ലാത്തത് ഏത് എന്നൊക്കെ ചോദിക്കാം അല്ലെ. അപ്പം ഹൈ ലെവൽ ലാംഗ്വേജസിന് ഉദാഹരണം ഏതാണ്? ബേസിക്, ഫോർട്രാൻ, ആൽഗോൾ, ലിസ്പ്, പ്രൊലോഗ്, C++, ജാവ, വിഷ്വൽ ബേസിക്, പൈത്തൺ. ഇതൊക്കെ എന്താണ്? നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജസിന് ഉദാഹരണങ്ങളാണ്. Which one of the following is the first high level programming language? ഏതാണ്? COBOL, Fortran, C++, all of this. ഏതാണ്? Fortran ആണ് കേട്ടോ. ആദ്യത്തെ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് Fortran ആണ്. അടുത്ത ചോദ്യം, പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിച്ച് ഈസ് യൂസ്ഡ് ഫോർ സയന്റിഫിക് പർപ്പസസ് ആൻഡ് വർക്ക് ഈസ് ടു ബി ഡൺ ഇൻ ബാച്ചസ്. അത് നോക്കണ്ട, ജസ്റ്റ് ഇത്രയും നോക്കുക. നമ്മൾ സയന്റിഫിക് പർപ്പസിൽ യൂസ് ചെയ്യുന്ന ഹൈ ലെവൽ ലാംഗ്വേജ്, ഇതൊക്കെ ഹൈ ലെവൽ ലാംഗ്വേജസിന് ഉദാഹരണങ്ങളാണ് കേട്ടോ. അപ്പൊ സയന്റിഫിക് പർപ്പസിന് ഉപയോഗിക്കുന്ന ഹൈ ലെവൽ ലാംഗ്വേജ് ഏതാണ്? പാസ്കൽ ആണ് കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ഏതാണ്? പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, ആദ്യമായിട്ട് ഉപയോഗിച്ച ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? ഫോർട്രാൻ ആണ് കേട്ടോ. പിന്നെ സയന്റിഫിക് പർപ്പസിന് ഉപയോഗിച്ച പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? പാസ്കൽ ആണ്. ഓക്കെ, അപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ലാംഗ്വേജിൽ എഴുതുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. അത് നമുക്ക് വായിക്കാൻ പറ്റുന്ന തരം ആ ഒരു രീതിയിലാണ് അത് എഴുതുന്നത്. ഓക്കെ, പക്ക ഇംഗ്ലീഷിലാണ് എന്നല്ല, ഹ്യൂമൻ റീഡബിൾ ലൈക്ക് ലാംഗ്വേജ് ആണത്. ഓക്കെ, എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വായിക്കാൻ പറ്റും, പക്ഷെ നമുക്കത് മനസ്സിലാവത്തില്ല. ഇപ്പൊ ബിഗിനർ ആയിട്ടുള്ള ഒരാൾക്ക് അത് ജസ്റ്റ് മനസ്സിലാവത്തില്ല. കാരണം ഇംഗ്ലീഷിലാണെങ്കിലും അതൊരു പ്രത്യേക ഫോർമാറ്റിലും കാര്യങ്ങളിലൊക്കെയാണ് എഴുതുന്നത്. ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു C എന്ന് പറഞ്ഞൊരു ലാംഗ്വേജ് എടുക്കുക, ഹൈ ലെവൽ ലാംഗ്വേജ് എടുക്കുക. അതിൽ നമ്മൾ ഇൻപുട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സ്കാൻഎഫ് എന്ന് പറയുന്ന ഒരു കീവേഡ് നമ്മൾ യൂസ് ചെയ്യും. മനസ്സിലായോ? സ്കാൻഎഫ് എന്ന് പറഞ്ഞ ഒരു കീവേഡ് യൂസ് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ നമ്മൾ ഒരു പ്രത്യേക രീതിയിലാണ് റീഡ് ചെയ്യുന്നത്. പക്ഷെ നോക്കുമ്പോൾ നമുക്ക് എന്താണ് സ്കാൻഎഫ് എന്നൊക്കെ നമുക്ക് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രേ ഉള്ളൂ. അല്ലാതെ നമുക്ക് നോക്കിയ ഉടനെ നമുക്ക് ഇംഗ്ലീഷ് പോലെ അങ്ങ് വായിച്ചെടുക്കാൻ പറ്റുമെന്നല്ല. ഹ്യൂമൻ റീഡബിൾ ലൈക്ക് ലാംഗ്വേജിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ പ്രോഗ്രാം എഴുതിയാലും നമ്മൾ ലാസ്റ്റ് എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. മെഷീൻ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ലോ ലെവൽ ലാംഗ്വേജ് ആണ്. മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏത് മാത്രമാണ്? മെഷീൻ ലാംഗ്വേജ് മാത്രമാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അത് ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് വരുമ്പോൾ പറയാം. ഓക്കെ,
വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ ഏതാണ്? കൊബോൾ, ജാവ, C++. വാണിജ്യ വ്യവസായ ആവശ്യത്തിന് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ഭാഷ എന്ന് പറയുന്നത് കൊബോൾ ആണ് കേട്ടോ. അതിന്റെ ഫുൾ ഫോം നിങ്ങൾ നോക്കുക, കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്നാണ്. കോമൺ ബിസിനസ് ഓറിയന്റഡ് ലാംഗ്വേജ് എന്നാണ്. അടുത്ത ചോദ്യം, ലാംഗ്വേജ് യൂസ്ഡ് ഫോർ ദ ക്രിയേഷൻ ഓഫ് വെബ് പേജസ് ഏതാണ്? HTML, PHP, JavaScript, all of the above. ഇതെല്ലാം നമ്മൾ വെബ് പേജസിന്റെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് കേട്ടോ. HTML, PHP, JavaScript എല്ലാം നമ്മൾ വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് എന്നാണ് HTMLന്റെ ഫുൾ ഫോം. ഓക്കെ, മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടറുകൾ എന്നിവയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഏതാണെന്നൊരു ചോദ്യമുണ്ട്. ഏതാണ്? നമ്മളിപ്പോൾ വ്യാപകമായിട്ട് ആൻഡ്രോയിഡിലൊക്കെ നമ്മൾ എന്താണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ആൻഡ്രോയിഡിലൊക്കെ വരുന്നത് ജാവ ലാംഗ്വേജ് ആണ് കേട്ടോ. അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ജാവയാണ്. അപ്പോൾ മൊബൈൽ ഫോണിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജാവ എന്നാണ് കേട്ടോ. ജാവയുടെ ആദ്യ പേര് ഓക്ക് എന്നാണ് കേട്ടോ. ജാവയുടെ ഉപജ്ഞാതാവ് ആരാണ്? ജെയിംസ് ക്ലോസിംഗ് ആണ്. ജാവ വികസിപ്പിച്ച സ്ഥാപനം എന്ന് പറയുന്നത് സൺ മൈക്രോ സിസ്റ്റം ആണ് കേട്ടോ. ഇനി എന്താണ് ലോ ലെവൽ ലാംഗ്വേജ്? ഞാൻ പറഞ്ഞു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, ഹൈ ലെവൽ ലാംഗ്വേജും അതുപോലെ തന്നെ ലോ ലെവൽ ലാംഗ്വേജും. ഇനി എന്താണ് ഈ ലോ ലെവൽ ലാംഗ്വേജ്? എന്താണ് ലോ ലെവൽ ലാംഗ്വേജിൽ രണ്ട് ടൈപ്പ് വരുന്നുണ്ടെന്നും ഞാൻ പറഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? അസംബ്ലി ലാംഗ്വേജും അതുപോലെ തന്നെ മെഷീൻ ലാംഗ്വേജും എന്താണ് ലോ ലെവൽ ലാംഗ്വേജിന് ഉദാഹരണങ്ങളാണ്. അപ്പൊ എന്താണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹ്യൂമൻ റീഡബിൾ ലൈക്ക് ലാംഗ്വേജ് ആണോ? അല്ല, അതെന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് കേട്ടോ. ഓപ്ഷൻ ഡി നോക്കുക, ഡിഫിക്കൽട്ട് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റീഡബിലിറ്റി ഈസ് ക്വസ്റ്റ്യനബിൾ. അതാണ് ഇത് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. നമുക്ക് വായിക്കാൻ അത്ര മനസ്സിലാവണമെന്നില്ല ലോ ലെവൽ ലാംഗ്വേജ്. മെഷീൻ ലാംഗ്വേജ് തീരെ മനസ്സിലാകത്തില്ല. അസംബ്ലി ലാംഗ്വേജ് കുറച്ചും കൂടെ സിമ്പിൾസ് ഒക്കെ സിംബോളിക് ആയിട്ടാണ് അത് എഴുതുന്നത്, അത് കുറച്ചും കൂടെ മനസ്സിലാവും. എങ്കിലും എന്താണ് ലോ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്താണ്? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്, റീഡബിലിറ്റിയും ബുദ്ധിമുട്ടാണ്. ഓക്കെ, ലോ ലെവൽ ലാംഗ്വേജിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണ്? അസംബ്ലി ലാംഗ്വേജും മെഷീൻ ലാംഗ്വേജും. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ ഓൺലി ലാംഗ്വേജ് ദാറ്റ് കമ്പ്യൂട്ടർ ക്യാൻ അണ്ടർസ്റ്റാൻഡ്? ഞാൻ നേരത്തെ പറഞ്ഞു ഏതാണ്? കമ്പ്യൂട്ടർ നമ്മളിപ്പോൾ ഏതിലൊക്കെ എഴുതിയാലും, ഹൈ ലെവലിൽ എഴുതിയാലും നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കമ്പ്യൂട്ടറിൽ നമ്മളത് പ്രവർത്തിപ്പിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മളത് എന്തിലേക്ക് മാറ്റിയിരിക്കണം? മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയിരിക്കണം. ഇനി അസംബ്ലി കോഡ് നിങ്ങൾ പഠിച്ചു എന്ന് വിചാരിച്ചു. അസംബ്ലി കോഡിൽ നിങ്ങളൊരു പ്രോഗ്രാം എഴുതിയാലും അത് കമ്പ്യൂട്ടർ വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്തിരിക്കണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു സാധനം യൂസ് ചെയ്യും, അതാണ് ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. അതൊക്കെ വരുന്നുണ്ട്, നമുക്ക് നോക്കാം. അപ്പൊ എന്താണ്? നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ് കേട്ടോ. മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബൈനറി ലാംഗ്വേജ് ഈസ് യൂസ്ഡ് ആസ് മെഷീൻ ലാംഗ്വേജ്. സീറോസ് ആൻഡ് വൺസ് ആണ്. അതാണ് നമ്മുടെ ക്വസ്റ്റ്യനബിൾ, റീഡബിലിറ്റി ക്വസ്റ്റ്യനബിൾ ആയി പോയത് അതുകൊണ്ടാണ് അല്ലെ. കാരണം ഇതിലെ പ്രോഗ്രാം എങ്ങനെയാണ് എഴുതുന്നത്? സീറോസ് ആൻഡ് വൺസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു പ്രോഗ്രാം എന്ന് പറയുന്നത് ഒരു ചിലപ്പോൾ എന്താണ് ഇങ്ങനെ സീറോസ് ആൻഡ് വൺസ് എന്ന രൂപത്തിലാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് അത് വായിക്കാൻ പറ്റുമോ? എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നതെന്ന് വായിക്കാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ടാണ് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത് റീഡബിലിറ്റി ഒരു ചോദ്യചിഹ്നമായിട്ട് നിൽക്കുന്നത്. കാരണം അത് യൂസ് ചെയ്യുന്നത് ബൈനറി ലാംഗ്വേജ് ആണ്. ബൈനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോസ് ആൻഡ് വൺസ് ആണ്. ഓക്കെ, മെഷീൻ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന സംഖ്യാ സമ്പ്രദായം ഏതാണ്? ബൈനറി ആണ് കേട്ടോ. 0, 1 എന്നീ സംഖ്യകളാണ് അതിനകത്ത് യൂസ് ചെയ്യുന്നത്. The very first computers were programmed using ഏത് ലാംഗ്വേജ് ആണ്? അസംബ്ലി ലാംഗ്വേജ് ആണോ? മെഷീൻ ലാംഗ്വേജ് ആണോ? സോഴ്സ് കോഡ് ആണോ? ഒബ്ജക്ട് കോഡ് ആണോ? ഏതാണ്? മെഷീൻ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ്. നമുക്കറിയാം കമ്പ്യൂട്ടർ ജനറേഷൻസ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. ഫസ്റ്റ് ജനറേഷൻ, സെക്കൻഡ് ജനറേഷൻ, തേർഡ് ജനറേഷൻ, ഫോർത്ത് ജനറേഷൻ, ഫിഫ്ത്ത് ജനറേഷൻ എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലെ. ഫസ്റ്റ് ജനറേഷനിൽ നമ്മൾ യൂസ് ചെയ്തിരുന്ന ഡിവൈസ് എന്താണ്? വാക്യൂം ട്യൂബ്സ് ആണ് നമ്മളവിടെ യൂസ് ചെയ്തിരുന്നത് അല്ലെ. അതുപോലെ തന്നെ നമ്മളവിടെ യൂസ് ചെയ്തിരുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ് നമ്മളവിടെ യൂസ് ചെയ്തിരുന്നത്. ഈ മെഷീൻ ലാംഗ്വേജ് ഏതിലാണുള്ളത്? ബൈനറി ലാംഗ്വേജിലാണുള്ളത്. ബൈനറി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? സീറോസ് ആൻഡ് വൺസിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. നമുക്ക് മനസ്സിലാക്കുക എന്ന് പറയുന്നത് അത് പഠിച്ചെടുത്ത ഒരാൾക്ക് മാത്രമേ എന്താണ് അത് ജസ്റ്റ് വായിക്കാൻ പോലും പറ്റത്തുള്ളൂ. അത്രയും ബുദ്ധിമുട്ടാണത് പഠിക്കാനും. ഓക്കെ, അടുത്ത ചോദ്യം, which is
വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആർ ക്ലാസിഫൈഡ് ആസ് ലോ ലെവൽ ലാംഗ്വേജസ്? ഏതൊക്കെയാണ് ലോ ലെവൽ ലാംഗ്വേജ് തന്നിരിക്കുന്നവയിൽ? ബേസിക്, കൊബോൾ, ഫോർട്രാൻ, C++, പ്രോഗോഗ്, ഇതെല്ലാം എന്താണ് ഞാൻ പറഞ്ഞിരുന്നു, ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് കേട്ടോ. ലോ ലെവൽ ലാംഗ്വേജിലാണ് ഏത് വരുന്നത്? അസംബ്ലി ലാംഗ്വേജ് വരുന്നത്. അപ്പൊ ലോ ലെവൽ ലാംഗ്വേജിൽ രണ്ടെണ്ണം വരും. ഏതൊക്കെയാണ്? അസംബ്ലി ലാംഗ്വേജും പിന്നെ അതുപോലെ തന്നെ മെഷീൻ ലാംഗ്വേജും ഏതിലാണ് വരുന്നത്? ലോ ലെവൽ ലാംഗ്വേജിലാണ് വരുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. Assembly language uses symbolic codes to represent corresponding machine codes. State whether the statement is true or false. അതായത് നമ്മൾ അസംബ്ലി ലാംഗ്വേജ്, ലോ ലെവൽ ലാംഗ്വേജ് ആയ അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ സിംബോളിക് കോഡ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ശരിയാണ് കേട്ടോ. സിംബോളിക് കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് അസംബ്ലി ലാംഗ്വേജിൽ എഴുതുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പക്ക മെഷീൻ ലാംഗ്വേജ് പോലെ നമുക്ക് വായിക്കാൻ പറ്റാണ്ടിരിക്കില്ല. കാരണം സീറോസ് ആൻഡ് വൺസിലല്ല, സിംബോളിക് കോഡ്സ് യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പം അഡീഷൻ ചെയ്യാനൊക്കെ അവർ ആഡ് എ ബി എങ്ങനെയൊക്കെ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ആഡ് എ കോമ ബി എന്നൊക്കെ എഴുതാറുണ്ട്, വെരി ബേസിക് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് എന്താണ്, അസംബ്ലി ലാംഗ്വേജ് എന്ന് പറയുന്നത് സിംബോളിക് കോഡ്സ് ആണ് യൂസ് ചെയ്യുന്നത്. പക്ക മെഷീൻ ലാംഗ്വേജ് പോലെ സീറോസ് ആൻഡ് വൺ അല്ല യൂസ് ചെയ്യുന്നത്. സിംബോളിക് കോഡ്സ് ആണ് ഈ ലോ ലെവൽ ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം. പക്ഷെ അസംബ്ലി ലാംഗ്വേജിന്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ഫാസ്റ്റർ ദാൻ ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് കേട്ടോ. അടുത്തത്, ഹൈ ലെവൽ ലാംഗ്വേജിനെ പ്രോസസ്സിങ്ങിന് മുൻപേ മെഷീൻ ലെവൽ ലാംഗ്വേജിലേക്ക് മാറ്റുന്ന പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഈ ഹൈ ലെവൽ ലാംഗ്വേജിനെ നമ്മൾ എന്ത് ചെയ്യണം? മെഷീൻ അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെഷീൻ അത് പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം എന്താണ്, നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജ് ഒക്കെ നമ്മൾ പഠിച്ച് നമ്മൾ കമ്പ്യൂട്ടറിനോട് ഒരു കാര്യം ചെയ്യാൻ പറയുകയാണ്. പക്ഷെ അത് കമ്പ്യൂട്ടറിന് മനസ്സിലാവണ്ടേ? കമ്പ്യൂട്ടറിന് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന സംഭവമാണ് എന്തായിട്ട് അറിയപ്പെടുന്നത്? ട്രാൻസ്ലേറ്റേഴ്സ്. മനസ്സിലായോ? ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക്, ഹൈ ലെവൽ ലാംഗ്വേജ് മാത്രമല്ല കേട്ടോ, ഇപ്പൊ ലോ ലെവൽ ലാംഗ്വേജ് ആയ അസംബ്ലി ലാംഗ്വേജും എന്താണ്, കമ്പ്യൂട്ടറിന് പ്രോസസ്സ് ചെയ്യാൻ പറ്റത്തില്ല. അസംബ്ലി ലാംഗ്വേജിൽ നമ്മൾ പ്രോഗ്രാം എഴുതിയാലും അത് നമ്മൾ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം മെഷീന് മനസ്സിലാവുന്ന ഒരേ ഒരു ലാംഗ്വേജ് എന്ന് പറയുന്നത് ഏതാണ്? മെഷീൻ ലാംഗ്വേജ് ആണ്. സീറോസ് ആൻഡ് വൺസിലുള്ള മെഷീൻ ലാംഗ്വേജ് മാത്രമേ നമ്മുടെ കമ്പ്യൂട്ടറിന് മനസ്സിലാവത്തുള്ളൂ. അപ്പൊ ഏതിൽ എഴുതിയാലും നമ്മൾ എന്ത് ചെയ്യണം? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന അറിയുന്ന ആ ഒരു സംഭവം പ്രോഗ്രാമുകൾ അറിയപ്പെടുന്ന പേരെന്താണ്? ട്രാൻസ്ലേറ്റേഴ്സ് ആണ് കേട്ടോ, ട്രാൻസ്ലേറ്റേഴ്സ്. ഇനി ഈ ട്രാൻസ്ലേറ്റേഴ്സിൽ വരുന്ന ആൾക്കാർ ആരൊക്കെയാന്ന് നമുക്ക് നോക്കാം. ട്രാൻസ്ലേറ്റേഴ്സ് അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസ്സേഴ്സ് എന്നും കൂടെ നമ്മൾ പറയും കേട്ടോ. ഒരു പ്രോഗ്രാമിൽ എഴുതിയ സംഭവത്തെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ലേറ്റേഴ്സ് എന്ന് പറയുന്നത്. പ്രധാനപ്പെട്ട ട്രാൻസ്ലേറ്റേഴ്സ് പ്രോഗ്രാംസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അസംബ്ലർ നിങ്ങൾ കേട്ട് കാണും അല്ലെ? അസംബ്ലർ യൂസ് ചെയ്യും, കമ്പൈലർ യൂസ് ചെയ്യും, ഇന്റർപ്രറ്ററും യൂസ് ചെയ്യും. ഇനി ഇതൊക്കെ ഓരോന്നും എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. Translator that converts program written in high level language to machine language taking entire program as input. ഏതാണ്? അതായത് ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്നും മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ഒരു ട്രാൻസ്ലേറ്റർ. ഞാൻ പറഞ്ഞു ട്രാൻസ്ലേറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ട്രാൻസ്ലേറ്റർ എന്ന് പറയുന്നത് അല്ലെ? ഇപ്പൊ ഹൈ ലെവൽ ലാംഗ്വേജിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ്. ആ എൻറ്റയർ പ്രോഗ്രാമിനെ എടുത്തിട്ട് അങ്ങനെ ഇൻപുട്ടായിട്ട് എടുത്തിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കമ്പൈലർ എന്ന് പറയുന്നത് കേട്ടോ. കമ്പൈലറും ഇന്റർപ്രറ്ററും മെഷീൻ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. കമ്പൈലർ എങ്ങനെയാണെന്ന് വെച്ചാൽ ആ എൻറ്റയർ പ്രോഗ്രാമിനെ ഇൻപുട്ടായിട്ട് എടുത്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതേസമയം ഇന്റർപ്രറ്റർ ആണെങ്കിലോ, ഇന്റർപ്രറ്റർ ഓരോ സിംഗിൾ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം ഇൻപുട്ടായിട്ട് എടുത്തിട്ടാണ് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഡിഫറൻസ് നോക്കുക. കമ്പൈലറും ഇന്റർപ്രറ്ററും ഒരേ കാര്യം തന്നെയാണ് ചെയ്യുന്നത്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, ട്രാൻസ്ലേറ്റർ ആണ്. പക്ഷെ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? കമ്പൈലർ ആണെങ്കിൽ ആ ഒരു പ്രോഗ്രാമിനെ ഹോൾ എടുത്ത് അതൊരു ഇൻപുട്ടായിട്ട് എടുത്തിട്ട് അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. മനസ്സിലായോ? ഇപ്പൊ ട്രാൻസ്ലേറ്റർ ഇതാണെന്ന് വിചാരിച്ചോ, നമ്മുടെ കമ്പൈലർ ആണ് ഇതെങ്കിൽ ഇതെങ്ങനെയാണ് ഇൻപുട്ടിനെ സ്വീകരിക്കുന്നത്? ആ എൻ്റെ പ്രോഗ്രാം ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് എന്ത് ചെയ്യും? മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അതേസമയം ഇന്റർപ്രറ്റർ ആണെങ്കിൽ എന്താ ചെയ്യുന്നത്? ഇൻപുട്ടായിട്ട് ഓരോരോ ഇൻസ്ട്രക്ഷനെ ഇൻപുട്ടായിട്ട് എടുത്ത് അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും. അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കും,
എടുക്കും, അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യും, അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കും, അതിനെ കൺവേർട്ട് ചെയ്യും. അങ്ങനെയാണ് ചെയ്യുന്നത്. അതേസമയം കമ്പൈലർ ആണെങ്കിൽ ആ എൻ്റെ പ്രോഗ്രാമിനെ ഇൻപുട്ടായിട്ട് സ്വീകരിച്ച് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി അടുത്ത ചോദ്യം, അസംബ്ലർ എന്താണ് ട്രാൻസ്ലേറ്റ് ചെയ്യുന്നത്? അതായത് അസംബ്ലറും എന്താണ് ഒരു ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്? അസംബ്ലർ. അപ്പൊ ഏത് ലാംഗ്വേജിനെയാണ് അസംബ്ലർ കൺവേർട്ട് ചെയ്ത് മെഷീൻ കോഡാക്കി മാറ്റുന്നത്? ഏതാണ്? അസംബ്ലി കോഡിനെ മെഷീൻ കോഡായി കൺവേർട്ട് ചെയ്യുന്നതാണ് എന്ത്? അസംബ്ലർ എന്ന് പറയുന്നത്. അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടർ ആണ് ഏത്? അസംബ്ലർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? നമ്മുടെ ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന കൺവേർട്ടേഴ്സ് ആണ് ഏതൊക്കെ? കമ്പൈലേഴ്സും അതുപോലെ തന്നെ ഇന്റർപ്രറ്റേഴ്സും. തമ്മിലുള്ള വ്യത്യാസം ഞാൻ പറഞ്ഞു. കമ്പൈലർ ആ എൻ്റെ പ്രോഗ്രാമിനെ ഇൻപുട്ട് ആയിട്ട് എടുത്തിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതേസമയം ഇന്റർപ്രറ്റർ എന്താണ്? ഓരോരോ സിംഗിൾ ഇൻസ്ട്രക്ഷൻ അറ്റ് എ ടൈം എടുത്തിട്ട് കറസ്പോണ്ടിങ് മെഷീൻ ആയിട്ട് മാറ്റുന്നു, അടുത്ത ഇൻസ്ട്രക്ഷൻ എടുക്കുന്നു, അടുത്ത മെഷീൻ ഇൻസ്ട്രക്ഷൻ ആയിട്ട് മാറ്റുന്നു. അതേസമയം കമ്പൈലർ ആ എൻ്റെ പ്രോഗ്രാമിനെ എടുത്തിട്ട് എന്താക്കി മാറ്റുന്നു? മെഷീൻ ലാംഗ്വേജ് ആക്കി മാറ്റുന്നു. അസംബ്ലർ എന്ത് ചെയ്യുന്നു? അസംബ്ലി ലാംഗ്വേജിനെ മെഷീൻ കോഡിലേക്ക് മാറ്റുന്നു. അസംബ്ലി ലാംഗ്വേജ് എന്താണ്? ലോ ലെവൽ ലാംഗ്വേജിൽ പെട്ടതാണ് കേട്ടോ. നമുക്ക് അത്രയും പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് അല്ല, റീഡബിൾ ലാംഗ്വേജ് അല്ല, സിംബോളിക് കോഡ്സ് യൂസ് ചെയ്യുന്നൊരു ലാംഗ്വേജ് ആണ്. അടുത്ത ചോദ്യം, ടൈപ്പ് ഓഫ് പ്രോഗ്രാം വിച്ച് ക്യാൻ ബി റൺ ഓൺ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് കമ്പ്യൂട്ടർ ബൈ മേക്കിംഗ് ലിറ്റിൽ ചേഞ്ചസ് ടു ഇറ്റ്സ് ഈസ് നോൺ ആസ്. എന്താണ്? പോർട്ടബിൾ, ഫിക്സഡ് പ്രോഗ്രാം, സ്റ്റാൻഡേർഡ് പ്രോഗ്രാം, കമ്പൈൽഡ് പ്രോഗ്രാം. ഏതാണ്? നമ്മൾ ചെറിയ ചെറിയ വ്യത്യാസത്തോടു കൂടി നമുക്ക് എല്ലാ പ്ലാറ്റ്ഫോമിലും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഗ്രാമിനെയാണ് നമ്മൾ ഇന്ന് പറയുന്നത് പോർട്ടബിൾ. പോർട്ടബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കൊണ്ട് നടക്കാൻ പറ്റുന്നത് അല്ലെ. അപ്പൊ അതുപോലെ പോർട്ടബിൾ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന പ്രോഗ്രാംസ് ആണ് ഇത് പോർട്ടബിൾ പ്രോഗ്രാംസ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്? തന്നിരിക്കുന്നവയിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണ്? HTTP, ജാവ, എക്ലിപ്സ്, ആൻഡ്രോയിഡ്. HTTP എന്താണ്? ഒരു പ്രോട്ടോകോൾ ആണ് അല്ലെ. എക്ലിപ്സും പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ല, അതൊരു സോഫ്റ്റ്വെയർ ആണ് അല്ലെ. അതേപോലെ തന്നെ ജാവ എന്താണ്? ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ആൻഡ്രോയിഡ് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പൊ തന്നിരിക്കുന്നവയിൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ജാവയാണ് കേട്ടോ. Which among the following is not a high level programming language? ഏതാണ്? C++, ജാവ, PHP ഇതൊക്കെ എന്താണ്? ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് അല്ലെ. യുണിക്സ് എന്താണ്? ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അടുത്ത ചോദ്യം, സെലക്ട് ഓഡ് വൺ. ചോദ്യങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരിക്കും വരുന്നത് കേട്ടോ. ഓപ്പറേറ്റിംഗ് സിസ്റ്റം, കമ്പൈലർ, ഇന്റർപ്രറ്റർ, അസംബ്ലർ. ഏതാണ് ഓഡ് വൺ? ഇത് മൂന്നും എന്താണ്? ട്രാൻസ്ലേറ്റേഴ്സ് ആണ് അല്ലെ. പക്ഷെ ഇതെന്താണ്? ഇതൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. അപ്പോൾ ഓഡ് വൺ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ കുറിച്ച്. നമുക്ക് ബേസിക്സ് മാത്രം മതി, ഒത്തിരി ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വേണ്ട. ജസ്റ്റ് എന്ത് ചെയ്യുക? ബേസിക്സ് മാത്രം ഒന്ന് നോക്കുക. അപ്പൊ ഞാൻ ഒന്നും കൂടെ പറയാം. ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ നമുക്കൊരു ഭാഷ റിക്വയർ ചെയ്യുന്ന പോലെ തന്നെ എന്താണ്? നമുക്ക് കമ്പ്യൂട്ടറിനോട് സംസാരിക്കാൻ ഒരു ഭാഷ വേണം. അപ്പൊ നമ്മുടെ കമ്പ്യൂട്ടറിനോട് സംസാരിക്കുന്ന ഭാഷ എന്താണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് കേട്ടോ. നമുക്ക് അതായത് ഹ്യൂമൻസിനെ റീഡ് ചെയ്യാൻ പറ്റുന്ന ഭാഷ എന്ന് പറയുന്നത് ഏതാണ്? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ്. ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ പറ്റുന്ന ലാംഗ്വേജ് ആണ് ഇത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ C++, അതൊക്കെ ഏതിൽ വരുന്നതാണ്? ഹൈ ലെവൽ ലാംഗ്വേജിലേക്ക് വരുന്നതാണ്. നമ്മൾ ഈ ഭാഷ ഉപയോഗിച്ചാലും പക്ഷെ മെഷീൻ എന്ത് ചെയ്യില്ല? ആ ഭാഷ മനസ്സിലാവത്തില്ല. മെഷീന് മനസ്സിലാവുന്ന ഭാഷയാണ് ഇത്. സീറോസ് ആൻഡ് വൺസിലുള്ള ഭാഷയാണ് ഇത്. ബൈനറി ലാംഗ്വേജിലുള്ള ഭാഷയാണ് ഇത് മെഷീൻ ലാംഗ്വേജ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയാലും നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്ലേറ്റർ ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്ക് വേണ്ടുന്ന കാര്യം കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്തെടുപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് എന്തിനാണ്? നമുക്ക് വേണ്ട കാര്യങ്ങൾ കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്തെടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രോഗ്രാം എഴുതുന്നത് അല്ലെ. ഫോർ എക്സാമ്പിൾ സിമ്പിൾ ആയിട്ട് നിങ്ങൾ വിചാരിക്കുക, നമുക്ക് ആഡ് ചെയ്യണം, നമുക്ക് ചെയ്ത് നോക്കാനൊന്നും വയ്യ, വലിയ 2 സംഖ്യകൾ നമുക്ക് ചെയ്യാനൊന്നും വയ്യ. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു പ്രോഗ്രാം അങ്ങ് എഴുതി വെക്കും. ഓക്കെ, ഹൈ ലെവൽ ലാംഗ്വേജിൽ ഒരു പ്രോഗ്രാം അങ്ങ് എഴുതി വെക്കും. പിന്നെ നമ്മൾ അത് എന്ത് ചെയ്യും? കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്തെടുപ്പിക്കണമെങ്കിൽ എന്താണ്? ഈ പ്രോഗ്രാം എന്ത് ചെയ്യണം? അതിനെ നമ്മൾ മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. കാരണം എന്താണ്? മെഷീന് മനസ്സിലാവുന്ന ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്താലല്ലേ മെഷീൻ അത് ചെയ്യാൻ പറ്റത്തുള്ളൂ, മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രമേ അറിയത്തുള്ളൂ. ഞാൻ ഇങ്ങനെ മലയാളത്തിൽ വാദോരാതെ സംസാരിച്ചുകൊണ്ടിരുന്ന ഞാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്താൽ മാത്രമേ, അല്ലെങ്കിൽ ഇംഗ്ലീഷിലേക്ക് ആക്കിയാൽ മാത്രമേ ഇത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഞാൻ തരുന്ന ഇൻസ്ട്രക്ഷൻസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സെയിം കേസ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പൊ ലോ ലെവൽ ലാംഗ്വേജസിന് ഉദാഹരണമാണ് ഇത് നമ്മൾ ഈ പറഞ്ഞ മെഷീൻ ലാംഗ്വേജും അതുപോലെ തന്നെ അസംബ്ലി ലാംഗ്വേജും.
അസംബ്ലി ലാംഗ്വേജ് അതുപോലെ തന്നെ മെഷീൻ ലാംഗ്വേജ്. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ 23 ചോദ്യം അല്ലേ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ മാർക്സ് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ഈ ഒരു PDF നമ്മുടെ ചാനലിലിടാം. എപ്പോഴും പറയുന്ന പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ചാനലല്ല, നമ്മുടെ ടെലിഗ്രാം ചാനലിലിടാം. ടെലിഗ്രാം ചാനലിൻ്റെ പേര് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സിലിടാം, ഫസ്റ്റ് കമൻറ്റ് ആയിട്ടിടാം. ഓക്കെ, അപ്പോൾ നിങ്ങളത് ഞാനത് പിൻ ചെയ്ത് വയ്ക്കാം. നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ PDF ഞാനവിടെ ഇട്ടേക്കാം. ഓക്കെ, കേരള PSC എഡ്യൂഹബ് തന്നെയാണ് ടെലിഗ്രാം ചാനലിൻ്റെയും പേര്. അപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് ടെലിഗ്രാം എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കേരള, നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ അതേ പേരാണ്, കേരള PSC എഡ്യൂഹബ്. ഓക്കെ, അപ്പോൾ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.